ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് 9th ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ബാക്കി പോർഷൻ പഠിപ്പിക്കാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് എന്തായിരുന്നു? ഒരു എക്സ്പെരിമെൻ്റ് അല്ലേ, ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പം നമുക്കിനി നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. നെക്സ്റ്റ് ടോപ്പിക്കാണ് അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. എന്താണ് അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ? അതാണ് നമുക്കിന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മളൊരു ആറ്റത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ആറ്റം പഠിച്ചു അല്ലേ, ആറ്റം പഠിച്ചു, ആറ്റത്തിൻ്റെ ഷെൽസിനെ പഠിച്ചു, ന്യൂക്ലിയസ് പഠിച്ചു, അതിനകത്തുള്ള പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ഈ ആറ്റം അല്ലെങ്കിൽ ആറ്റോമിക് നമ്പർ അല്ലെങ്കിൽ ഒരു ആറ്റത്തെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനൊരാളെ എടുക്കുകയാണ്. ഞാൻ സോഡിയം Na, ഓക്കെ, സോഡിയത്തിൻ്റെ ഒരാറ്റം എടുത്തു. നിങ്ങൾ പീരിയോഡിക് ടേബിൾ കണ്ടിട്ടില്ലേ? നിങ്ങൾക്ക് ഇനി സെക്കൻഡ് ചാപ്റ്റർ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ പീരിയോഡിക് ടേബിളിൽ ഈ ഓരോ എലമെൻസിൻ്റെ കുറേ എലമെൻസ് ഉണ്ടല്ലോ പീരിയോഡിക് ടേബിളിൽ. 118 എലമെൻസ് ഉണ്ട് പീരിയോഡിക് ടേബിളിൽ. അപ്പം നിങ്ങൾ ഈ പീരിയോഡിക് ടേബിളിൽ ഓരോ എലമെൻസിൻ്റെ ഒപ്പവും ചില നമ്പേഴ്സ് കൂടി എഴുതിയിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഈ എലമെൻസിൻ്റെ കൂടെ ഇപ്പം ഞാനിവിടെ സോഡിയം എഴുതി. സോഡിയത്തിൻ്റെ കൂടെ ഇവിടെ ഒരു 11, ഇവിടെ ഒരു 23, ഇങ്ങനെയായിരിക്കും പീരിയോഡിക് ടേബിൾ എഴുതിയിട്ടുണ്ടാവുക. അപ്പം എല്ലാ എലമെൻസിൻ്റെ കൂടെയും ഇങ്ങനെ രണ്ട് നമ്പേഴ്സ് താഴെയും മുകളിലുമായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം ഇതെന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ബേസിക്കലി ഈ നമ്പേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് ഒരു ആറ്റത്തെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ താഴെയും മുകളിലും തന്നിരിക്കുന്ന ഈ നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ആറ്റത്തെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ നമ്പേഴ്സ് എന്ന്. അപ്പോൾ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഫസ്റ്റ് നമ്മൾ ഒന്നാമതായിട്ട് പഠിക്കാൻ പോകുന്നത് അറ്റോമിക് നമ്പർ എന്നാണ്. വാട്ട് ഈസ് അറ്റോമിക് നമ്പർ? അപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ഉള്ള ആൾ ആരാണ്? ഒരു ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ഉള്ള ആൾ ആരാണ്? ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. ഒരു ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ഉള്ളത് പ്രോട്ടോൺസിനാണ് അല്ലേ? ഒരാറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ഉള്ളത് പ്രോട്ടോൺസിനാണ്. അപ്പം ഒരു ആറ്റത്തിലെ നമ്പർ ഓഫ് പ്രോട്ടോൺസിനെ അല്ലെങ്കിൽ ടോട്ടൽ എത്ര പ്രോട്ടോൺ ഉണ്ടോ ഒരാറ്റത്തിൽ, ആ ഒരാറ്റത്തിലെ നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു ആറ്റത്തിലെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്രയാണോ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് അറ്റോമിക് നമ്പർ. അപ്പോൾ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിനുള്ളിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 5 പ്രോട്ടോൺ ഉണ്ടെന്നിരിക്കട്ടെ. എൻ്റെ കയ്യിൽ ഒരു 5 പ്രോട്ടോൺ ഉണ്ട്. അപ്പം എൻ്റെ അറ്റോമിക് നമ്പർ എത്ര ആയിരിക്കും? 5 ആയിരിക്കും. എൻ്റെ കയ്യിൽ ഒരു 12 പ്രോട്ടോൺ ഉണ്ട്. അപ്പോൾ എൻ്റെ അറ്റോമിക് നമ്പർ എത്ര ആയിരിക്കും? 12 ആയിരിക്കും. മനസ്സിലായോ? അന്നേരം ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ അതിൻ്റെ അറ്റോമിക് നമ്പറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഈ അറ്റോമിക് നമ്പറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പൽ എന്ന് പറയുന്നത് Z എന്ന സിമ്പൽ വെച്ചിട്ടാണ്. അത് മാറിപ്പോവരുത്. അറ്റോമിക് നമ്പറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് Z എന്ന് പറയുന്ന സിമ്പൽ ഉപയോഗിച്ചാണ് നമ്മൾ അറ്റോമിക് നമ്പറിനെ മെൻഷൻ ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ 6 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ എൻ്റെ അറ്റോമിക് നമ്പർ 6 ആയിരിക്കും. 14 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ എൻ്റെ അറ്റോമിക് നമ്പർ 14 ആയിരിക്കും, അല്ലെ? ആ എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ 14 ആയിരിക്കും. അപ്പോൾ എത്രയാണോ പ്രോട്ടോൺ ഉള്ളത് അതായിരിക്കും അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അറ്റോമിക് നമ്പർ എന്താണെന്ന് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ഇനി അങ്ങനെയാണെങ്കിൽ എന്താണ് മാസ് നമ്പർ? നമുക്ക് രണ്ടാമത്തെ എന്താണ് മാസ് നമ്പർ? ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ ആരൊക്കെയാണ് ഉള്ളത്? നമ്മൾ പഠിച്ചു. ഒരാറ്റത്തിനൊരു ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ? അതിന് ചുറ്റുമാണ് ഷെല്ലുകൾ അല്ലേ? ആദ്യം നമ്മൾ പറഞ്ഞു ആറ്റത്തിനൊരു ന്യൂക്ലിയസ് ഉണ്ട്, ഒരു സെൻറ്റർ പോയിന്റ് ഉണ്ട് അല്ലേ? അപ്പം ആ ന്യൂക്ലിയസിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 പേരാണ് ഇരിക്കുന്നത്. ആ ന്യൂക്ലിയസിനുള്ളിൽ ഇരിക്കുന്ന 2 പേരാണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും അല്ലേ? പ്രോട്ടോൺസും ന്യൂട്രോൺസുമാണ് ആ ന്യൂക്ലിയസിനുള്ളിൽ ഇരിക്കുന്നത്. അപ്പോൾ ഒരു ആറ്റത്തിനുള്ളിലുള്ള പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും എണ്ണമാണ് ആ ആറ്റത്തിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്.
മനസ്സിലായോ? നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഒരു ആറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ മാത്രം എണ്ണത്തിനെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരാറ്റത്തിനുള്ളിലുള്ള പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും ആകെ എണ്ണമാണ് ആ ആറ്റത്തിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്. മാസ് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നത് എ എന്നാണ്. എ. അപ്പം അറ്റോമിക് നമ്പർ ആ എ എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് മാറിപ്പോകരുത്. അറ്റോമിക് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇസഡ് ആണ്. മാസ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ ആണ്. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? അപ്പോൾ പ്രോട്ടോൺസിൻ്റെ ടോട്ടൽ നമ്പറാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും ടോട്ടൽ എത്രയാണോ അതിൻ്റെ എണ്ണമാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമുക്ക് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അല്ലേ? നമുക്ക് ഇപ്പം നമ്മൾ മാസ് നമ്പർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, അറ്റോമിക് നമ്പർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇതിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. എൻ്റെ കയ്യിലൊരു എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റം ഉണ്ട്. എക്സ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റം ഉണ്ട്. ഈ ആറ്റത്തിൻ്റെ താഴെ ഞാൻ 2 നമ്പർ എഴുതുക. ഞാനിവിടെ താഴെ ഒരു ഇസഡും കൊടുത്തു, മേളിൽ ഒരു എയും കൊടുത്തു. മനസ്സിലായോ? താഴെ ഒരു ഇസഡും കൊടുത്തു, മേലൊരു എയും കൊടുത്തു. ഈ ആറ്റത്തിൻ്റെ താഴെ എഴുതുന്ന നമ്പർ, അതായത് ഈ ആറ്റത്തിൻ്റെ ഇവിടെ താഴെ എഴുതുന്ന നമ്പർ ആയിരിക്കും അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഒരു ആറ്റത്തിൻ്റെ താഴെ എഴുതുന്ന നമ്പർ ആയിരിക്കും എപ്പോഴും അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഇനി അപ്പം മേളിൽ എഴുതുന്നതോ, ആറ്റത്തിൻ്റെ മുകളിൽ എഴുതുന്ന നമ്പർ ആയിരിക്കും അതിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഒരു ആറ്റത്തിൻ്റെ, അപ്പം നമ്മൾ സോഡിയം മുമ്പേ എടുത്തു അല്ലേ? സോഡിയം ഞാൻ എടുത്തു. സോഡിയത്തിന് താഴെ ഞാൻ 11 ആയിരുന്നു കൊടുത്തത് അല്ലേ? സോഡിയത്തിന് താഴെ ഞാൻ 11 ആയിരുന്നു കൊടുത്തത്. അപ്പം ഞാൻ എഴുതി കാണിക്കാം. സോഡിയത്തിന് താഴെ 11ഉം മുകളിൽ 23 ആയിരുന്നു. അപ്പോൾ സോഡിയത്തിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നതാണ് സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ, മുകളിൽ എഴുതിയിരിക്കുന്നതാണ് സോഡിയത്തിൻ്റെ മാസ് നമ്പർ. മനസ്സിലായോ? ഞാൻ സോഡിയം എന്ന് പറയുന്ന ഒരു ആറ്റത്തിനെ എഴുതി, അതിൻ്റെ താഴെ ഞാൻ അതിൻ്റെ അറ്റോമിക് നമ്പർ ആയിരിക്കും എഴുതുന്നത്, മുകളിൽ എഴുതുന്ന 23 എന്ന് പറയുന്നതായിരിക്കും സോഡിയത്തിൻ്റെ മാസ് നമ്പർ. മനസ്സിലായല്ലോ? അപ്പോൾ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11ഉം മാസ് നമ്പർ 23ഉം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ ആറ്റത്തിൽ എത്ര പ്രോട്ടോണുകളായിരിക്കും ഉണ്ടാവുക? ഇവിടെ എത്ര പ്രോട്ടോണുകളായിരിക്കും ഉണ്ടാവുക? നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? ഞാൻ പറയും ഇവിടെ 11 പ്രോട്ടോൺസ് ഉണ്ടെന്ന്. എന്തുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഇവിടെ 11 പ്രോട്ടോൺസ് ഉള്ളതെന്ന്? ഞാൻ മുമ്പേ പറഞ്ഞു, ടോട്ടൽ നമ്പർ അല്ലെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നതാണ് എന്ത്? പ്രോട്ടോൺസിന്റെ എണ്ണം അല്ലേ? ഇവിടെ അറ്റോമിക് നമ്പർ എത്രയാണ്? 11 അതുകൊണ്ട് പ്രോട്ടോൺ എത്രയാണ്? 11 ആയിരിക്കും. ഇവിടെ അറ്റോമിക് നമ്പർ 12 ആയിരുന്നെങ്കിൽ പ്രോട്ടോൺ എത്ര ആയിരിക്കും? പ്രോട്ടോൺ 12 ആയിരിക്കും. മനസ്സിലായോ? അപ്പം അറ്റോമിക് നമ്പർ എത്രയാണോ അതായിരിക്കും അതിൻ്റെ പ്രോട്ടോണുകളുടെ എണ്ണം. അപ്പോൾ മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പ്രോട്ടോൺ പഠിച്ചു, പ്രോട്ടോണിൻ്റെ എണ്ണം പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും? അതായത് നിങ്ങൾക്കറിയാലോ, നമ്മുടെ ആറ്റത്തിന് ചാർജ് ഇല്ല. ആറ്റം എന്ന് പറയുന്നത് ഒരു ചാർജ് ഇല്ലാത്ത വസ്തുവാണ്, അതായത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. പക്ഷേ ആറ്റത്തിനുള്ളിൽ നമ്മുടെ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസും ഉണ്ട്, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസും ഉണ്ട്. പക്ഷേ നമ്മുടെ ആറ്റത്തിന് ചാർജ് ഇല്ല. മനസ്സിലായോ? ഈ ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസിൻ്റെ എണ്ണവും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണവും എപ്പോഴും തുല്യമായിരിക്കും. മനസ്സിലായോ? ഒരു ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. അപ്പോൾ ഈ ആറ്റത്തിനുള്ളിലുള്ള പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളുടെയും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളുടെയും എണ്ണം എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ 11 പ്രോട്ടോൺ അല്ലേ ഉള്ളത്? അപ്പോൾ എത്ര ഇലക്ട്രോണുകളും ഉണ്ടാവും? 11 ഇലക്ട്രോണുകൾ ഉണ്ടാവും. കാരണം പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണോ അത്ര തന്നെ ആയിരിക്കും അവിടെ ഇലക്ട്രോണുകളുടെ എണ്ണം ഉള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ പ്രോട്ടോണുമായി ഇലക്ട്രോണുമായി. ഇനി ഒരാളൂടെ ഉണ്ടല്ലോ, അതാണ് ന്യൂട്രോൺ അല്ലേ? പ്രോട്ടോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട് അല്ലേ? ചാർജ് ഇല്ലാത്ത ഒരു വസ്തുവാണ് ന്യൂട്രോൺ. അപ്പോൾ ഇനി ന്യൂട്രോണിനെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക?
പ്രോട്ടോണിനെ കണ്ടുപിടിക്കാൻ നമുക്ക് മനസ്സിലായി അറ്റോമിക് നമ്പർ തന്നെയാണ് പ്രോട്ടോണുകളുടെ എണ്ണം. ഇലക്ട്രോൺസിനെ കണ്ടുപിടിക്കാനും നമുക്ക് മനസ്സിലായി പ്രോട്ടോൺസിന്റെ എണ്ണമാണ് ഇലക്ട്രോൺസിന്റെ എണ്ണം. അങ്ങനെയാണെങ്കിൽ ന്യൂട്രോൺസിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ന്യൂട്രോൺസിനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എ മൈനസ് ഇസഡ് എന്ന് പറയുന്നത്. എ മൈനസ് ഇസഡ്, അതായത് അറ്റോമിക് നമ്പറിനെ മാസ് നമ്പർ കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ന്യൂട്രോൺസിന്റെ എണ്ണം. ഇവിടെ അറ്റോമിക് നമ്പർ മാസ് നമ്പറിനെ അറ്റോമിക് നമ്പർ കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? ന്യൂട്രോൺസിന്റെ എണ്ണം. ഇവിടെ മാസ് നമ്പർ എത്രയാണ്? 23 അല്ലേ? അപ്പോൾ 23 മൈനസ് അറ്റോമിക് നമ്പർ എത്ര? 11 മൈനസ് 11. 23 മൈനസ് 11 എന്ന് പറയുമ്പോൾ 12. അപ്പോൾ ഇവിടുത്തെ ന്യൂട്രോൺസിന്റെ എണ്ണം എന്ന് പറയുന്നത് 12 ആയിരിക്കും. മനസ്സിലായോ? ക്ലിയർ ആയോ എല്ലാവർക്കും? അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിളും കൂടെ ഞാൻ കാണിക്കാം. ക്ലോറിൻ എടുത്തു. ക്ലോറിൻ ഇവിടെ ഞാൻ 35 കൊടുത്തു, ഇവിടെ 17 ആണ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതിന്റെ അറ്റോമിക് നമ്പർ എത്രയായിരിക്കും? ഇതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 17 ആയിരിക്കും. കാരണം ഇവിടെ താഴെ വരുന്നതാണ് അറ്റോമിക് നമ്പർ. ഇതിന്റെ മാസ് നമ്പർ എത്ര ആയിരിക്കും? ഇതിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് 35 ആയിരിക്കും. കാരണം മുകളിൽ വരുന്നതാണ് മാസ് നമ്പർ. ഞാൻ അതിന്റെ ഡിനോട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ എഴുതി കാണിക്കാം, നിങ്ങൾക്ക് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി. ഓക്കെ, അറ്റോമിക് നമ്പർ ഇവിടെ 17 അല്ലേ? അപ്പം അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഇസഡ് ആണ് അല്ലേ? അപ്പം അറ്റോമിക് നമ്പർ 17 ആണ്. ഇനി മാസ് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നത് എ ആണ്. മാസ് നമ്പർ എന്ന് പറയുന്നത് 35 ആണ്. ഇവിടെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്രയായിരിക്കും? നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറിന്റെ എണ്ണമാണ്. അപ്പൊ ഇവിടെ അറ്റോമിക് നമ്പർ 17 ആണ്, അതുകൊണ്ട് പ്രോട്ടോൺ 17 ആണ്. ഇലക്ട്രോൺ എത്രയായിരിക്കും? ഇലക്ട്രോൺ ഞാൻ പറഞ്ഞു പ്രോട്ടോൺസിന്റെ എണ്ണം എത്രയാണോ അത്ര തന്നെ ആയിരിക്കും ഇലക്ട്രോണുകളുടെയും എണ്ണം. അപ്പൊ ഇലക്ട്രോണും 17 ആണ്. ഇനി ആരെയാ കണ്ടുപിടിക്കാനുള്ളത്? ഇനി കണ്ടുപിടിക്കാനുള്ളതാണ് ന്യൂട്രോൺസ്. ന്യൂട്രോൺസിനെ കണ്ടുപിടിക്കാൻ നമുക്കുള്ള ഇക്വേഷൻ ആണ് എ മൈനസ് ഇസഡ്. അറ്റോമിക്, അതായത് മാസ് നമ്പറിൽ നിന്നും അറ്റോമിക് നമ്പർ മൈനസ് ചെയ്യുക. ഇവിടെ മാസ് നമ്പർ 35 ആണ്. 35 മൈനസ് 17 എത്രയാ കിട്ടുന്നത്? 35 മൈനസ് 17 18. അപ്പൊ ഇവിടെ ന്യൂട്രോൺസിന്റെ എണ്ണം 18 ആണ്. മനസ്സിലായല്ലോ? ഇനി ഒരു എക്സാമ്പിളും കൂടെ കാണിക്കാം. കാൽസ്യത്തിന് 20 40. ഇവിടെ പ്രോട്ടോൺസിന്റെ എണ്ണം എത്ര ആയിരിക്കും? പ്രോട്ടോൺസിന്റെ എണ്ണം പ്രോട്ടോൺസ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ആണ്. അറ്റോമിക് നമ്പർ ഇവിടെ 20 ആയതുകൊണ്ട് പ്രോട്ടോൺസും 20 ആയിരിക്കും. ഇനി ഇലക്ട്രോൺസിന്റെ എണ്ണം എത്ര ആയിരിക്കും? പ്രോട്ടോൺസിന്റെ എണ്ണമാണ് ഇലക്ട്രോൺസിന്റെയും എണ്ണം. അപ്പൊ ഇലക്ട്രോൺസും 20 ആയിരിക്കും. ഇനി ന്യൂട്രോൺസിന്റെ എണ്ണം എത്ര ആയിരിക്കും? ന്യൂട്രോൺസ് എന്ന് പറയുന്നത് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. അപ്പൊ 40 മൈനസ് 20 ആയിരിക്കും. 40 മൈനസ് 20 എന്ന് പറയുന്നത് 20 ആയിരിക്കും. ക്ലിയർ ആയോ എല്ലാവർക്കും? അറ്റോമിക് നമ്പറും മാസ് നമ്പറും എല്ലാവർക്കും ക്ലിയർ ആയോ? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഒരു ആറ്റത്തിന്റെ ഏറ്റവും അടിയിൽ എഴുതുന്ന നമ്പർ ആയിരിക്കും അറ്റോമിക് നമ്പർ. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇസഡ് എന്ന് പറയുന്ന സിമ്പൽ യൂസ് ചെയ്തിട്ടാണ്. മാസ് നമ്പർ എന്ന് പറയുന്നത് ഒരു ആറ്റത്തിന് മുകളിൽ എഴുതുന്ന നമ്പർ ആയിരിക്കും. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എ എന്ന സിമ്പൽ വെച്ചിട്ടാണ്. അറ്റോമിക് നമ്പർ എത്രയാണോ അത് തന്നെയായിരിക്കും ആ ആറ്റത്തിന്റെ പ്രോട്ടോൺസിന്റെ എണ്ണം. ആ ആറ്റത്തിലെ പ്രോട്ടോൺസിന്റെ എണ്ണം എത്രയാണോ അത് ഇലക്ട്രോൺസിന്റെ എണ്ണവും സെയിം ആയിരിക്കും. ന്യൂട്രോൺസിന്റെ എണ്ണം ഒരു ആറ്റത്തിലെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എ മൈനസ് ഇസഡ് ചെയ്താൽ മതി. അതായത് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ചെയ്യുമ്പോൾ ഒരു ആറ്റത്തിന്റെ ന്യൂട്രോൺസിന്റെ എണ്ണം നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും അറ്റോമിക് നമ്പറും മാസ് നമ്പറും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്